ഹായ്, അപ്പോൾ നമ്മളിന്ന് ഫിഷ് സ്റ്റോളിലാണുള്ളത് കേട്ടോ. ലൂലുവിൻ്റെ ഫിഷ് സ്റ്റോളാണേ. അപ്പോൾ ഇവിടെ ഒരു ലോബ്സ്റ്ററൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ സാൽമണാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നാട്ടിലുള്ള മീനുകളിലൊക്കെ തന്നെ എല്ലാ ടൈപ്പ് മീനും ഉണ്ട്. കുറച്ച് ഐസിട്ടതാണ്. നമ്മുടെ കക്കയും കൊഞ്ചും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ. അല്ലാത്ത ഫിഷ് മാർക്കറ്റ് ഉണ്ട് ഇവിടെ. അവിടെ പോകുമ്പോൾ എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏത് മീൻ എടുക്കണമെന്ന് കൺഫ്യൂഷനാണ്. എല്ലാ ടൈപ്പ് മീനും ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ നോക്കി മീനൊക്കെ വാങ്ങിച്ചു. എന്ത് മീനാണ് മേടിച്ചെന്ന് വീട്ടിൽ പോയി കാണിക്കാം കേട്ടോ. നമ്മളെപ്പോഴും സാധാരണ മേടിക്കുന്ന മീനുകളൊക്കെ തന്നെയാണ് മേടിക്കുന്നത്. ലോബ്സ്റ്ററൊന്നും നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല, നല്ല റേറ്റുള്ള. നമ്മൾ മേടിച്ചത് അയിലയാണ്. അവർ ക്ലീൻ ചെയ്ത് തന്നെയാണ് തരുന്നത്. എന്നാലും വീട്ടിൽ കൊണ്ടുവന്ന് നമുക്കൊന്നും കൂടി ക്ലീൻ ചെയ്ത് എടുക്കാം. ഇനി എത്ര ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ രീതിയിലൊന്നും ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്കത് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോകത്തില്ല. അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഒന്നും കൂടിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ പകുതി മീൻ നമ്മൾ പൊരിക്കാനായിട്ട് വരുത്തെടുത്ത് ബാക്കിയെടുത്ത് കറി വയ്ക്കാം. കുറച്ച് മീനേ മേടിച്ചിട്ടുള്ളൂ, എന്നാലും രണ്ടും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അയില മുളകിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉള്ളി സാധാരണ വയ്ക്കുന്ന കണക്ക് തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി അരിഞ്ഞിട്ട് നമ്മൾ മേടിച്ച ചട്ടി കേട്ടോ. ഒരു വിഷുവിന് ഇവിടെ ചട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുതിയ ചട്ടി, അതിൻ്റെ ഉദ്ഘാടനം കൂടിയാണിത്. അപ്പോൾ ചട്ടി എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നല്ല വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ട് നല്ല മുട്ടിച്ചെടുക്കുക. സാധാരണ ഇങ്ങനെ കറി വയ്ക്കുന്നത് കണക്ക് തന്നെ. ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി ഇതാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതോടൊപ്പം പുളിയും കൊടുമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ 2 പുളിയും ചേർക്കുന്നുണ്ട്. ഇനി നല്ല തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നല്ല തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പൊരിക്കാനുള്ള മീനിന് മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ മീനിന് പുറത്ത് തേച്ച് വയ്ക്കാം നമുക്ക്. അപ്പോഴത്തേക്ക് കറി തിളച്ചിട്ടുണ്ട്. മീനിടാം. നമുക്ക് മീൻ പൊരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളെല്ലാം തീർന്നു. എടുക്കട്ടെ പറ്റി